നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് 4-5 പേര് കയറിയിട്ട് എനിക്ക് പഴയ വീഡിയോൻ്റെ കീഴിൽ കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ഇട്ടത് സുമിയായിരുന്നു, പിന്നെ അശ്വതി, റസിയ, പിന്നെ ഒരു ജിൻസി, ഖദീജ, അങ്ങനെ കുറച്ച് പേരൊക്കെ കയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അതിശയമാണ്. കാരണം നമ്മളുടെ വീഡിയോ തേടി പിടിച്ച് ചാനലിൽ കയറിയിട്ട് വീഡിയോ ഇല്ലെന്ന് കാണുമ്പോൾ മറ്റൊരു വീഡിയോ, പഴയ വീഡിയോൻ്റെ കീഴിൽ എന്നെ വന്നിട്ട് അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പേരുകളെടുത്ത് പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ എന്നെ കാണുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒത്തിരി പേര് ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. എങ്കിലും ഇവർ കയറിയിട്ട് കമൻസ് ഇട്ടതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് കേട്ടോ. ആരും വഴക്കൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് ബേക്കിംഗ് സോഡയും വിനാഗിരിയും ഡിറ്റർജൻറ്റും എല്ലാം ചേർത്തിട്ട് റയൻ്റെ ആ പഴയ യൂണിഫോം ഒന്ന് വൈറ്റ് ഒന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മുക്കി വെക്കണേന്. പണ്ടൊക്കെ കുട്ടികളുടെ സ്കൂൾ ടൈമിൽ നമ്മൾ ആലയിലാണ് ഈ സംഭവങ്ങൾ മുക്കി വെക്കണം, വൈറ്റ്. പക്ഷേ വലിയ റിസൾട്ടൊന്നും അന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഇന്നും ഞാനത് ഇനി മേടിക്കാൻ നിന്നില്ല, ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ഒരു ഉജാലയുടെ ഒരു കുപ്പി പോലും ഇവിടെ ഇല്ല. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ഉജാലയൊന്നും നീലം മുക്കുന്ന ഒരു പരിപാടിയേ നമുക്കില്ല. അപ്പോൾ അത് മാത്രം ഒന്ന് മേടിക്കണം, എന്നിട്ട് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ മുക്കി വെച്ച്. അതിനുശേഷം ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 2 ദിവസത്തിനുള്ളിൽ റയൻ പോകുമെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ അവനൊരു ബിരിയാണി വെച്ച് കൊടുക്കണം. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ ഉള്ള, അടുത്തടുത്ത 2 ദിവസങ്ങളിൽ നമുക്ക് 2 പ്രോഗ്രാമൊക്കെ ഉള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഇന്ന് ഏതായാലും ഒന്ന് ഒരു ഷോപ്പിംഗ് അല്ല, കുറച്ച് 2 ഗിഫ്റ്റ് മേടിക്കാനുണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം പോകാതെ നിവർത്തിയില്ല. കാരണം ഈ ദിവസം ഇപ്പം ഞാനിത് ചെയ്യുന്ന ദിവസം വൈകുന്നേരമാണ് ആദ്യത്തെ പ്രോഗ്രാം ഉള്ളത്. അത് ഞങ്ങളുടെ ക്രിസ്മസ് ഫംഗ്ഷനാണ്, നമ്മളുടെ യൂണിറ്റിൻ്റെ. അപ്പോൾ അതിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ്, നമ്മൾ ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് കൊടുക്കാനുള്ള ഒരു ഗിഫ്റ്റ് അത്യാവശ്യം ഇന്ന് തന്നെ മേടിക്കണം. പിന്നെ അടുത്ത പ്രോഗ്രാം 2 ദിവസം കഴിഞ്ഞിട്ടാണ്. എങ്കിലും ഈ പോകുന്ന കൂട്ടത്തിൽ അതും കൂടി മേടിച്ചിട്ട് വരണം. അപ്പോൾ ഞാൻ 10:30 മണിയായി, 10:28 ആയിട്ടുണ്ട് ഈ ബിരിയാണി വെക്കാനായിട്ട് കയറിയിരിക്കണം. അപ്പോൾ പപ്പ കാണുന്നുണ്ടെങ്കിൽ ചിക്കൻ ബിരിയാണി ഒന്നും കഴിക്കാത്തതുകൊണ്ട് ചോറും കറികളും വേണം. കറികൾ എൻ്റെ കയ്യിലുണ്ട്, ചോറില്ല. അപ്പോൾ എനിക്ക് ചോറും ഉണ്ടാക്കണം, ബിരിയാണി ഉണ്ടാക്കണം, എന്നിട്ട് 12 മണിക്ക് തോപ്പുംപടിയിൽ എത്തുകയും ചെയ്യണം. അതാണ് എൻ്റെ ഇന്നത്തെ ടാസ്ക്. അപ്പോൾ സവാള ഞാൻ വെജിറ്റബിൾ ഓയിലിൽ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അത് ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഫ്ലെയിം വേണ്ട, അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ പപ്പക്കുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ച് കുക്കറിലാണ് ചോറ് വെക്കണത്. കാരണം ഇത്തിരി വെച്ചാൽ മതി, അപ്പോൾ വലിയ കലത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് കുക്കറിൽ വെള്ളം വെച്ച് അരി ഇട്ടിട്ടില്ല. അതിന് മുമ്പ് തന്നെ നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തക്കാളി, പച്ചമുളക്, ഈ വറുത്ത സവാളയും അതിൻ്റെ എണ്ണയും, ഉപ്പ്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഗരം മസാല, മുളക് പൊടി ഇത്തിരി, മഞ്ഞൾപ്പൊടി, പിന്നെ തൈര്, ഇതിൽ ഉപ്പും കൂടിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇത് ചിക്കൻ പച്ചക്ക് തന്നെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പം ഞാനിന്ന് ഒരുപാട് നേരമൊന്നും വെക്കാൻ എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെയൊക്കെ ഞാൻ വേവിക്കാനൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് അവിടെ വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ പപ്പക്കുള്ള ചോറിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ കഴുകി കൊണ്ടുവന്നൊക്കെ ഇട്ടത്. അപ്പോൾ അത്ര നേരം ഇതവിടെ മാരിനേറ്റ് ചെയ്ത് ഇതെല്ലാം പിടിക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ ഇനി ചോറ് നമ്മൾ, അതായത് ബിരിയാണി റൈസ് നമ്മൾ സെപ്പറേറ്റ് 1/4 ഭാഗം വേവിൽ ആക്കിയെടുത്തിട്ട് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് ദം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തെന്ന് മാത്രമേ. അല്ലെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് കറി വേറെ ചോറ് വേറെ ഒക്കെ ആക്കി വെക്കുന്നതാണ് ഇവിടെ റിച്ചാറിനൊക്കെ ഇഷ്ടം കേട്ടോ, കുറച്ച് ഗ്രേവി ആയിട്ടൊക്കെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ചതിന് ശേഷം അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാനും റോജറും മാത്രമേ ഉള്ളൂ വീട്ടിൽ. റിച്ചാർഡ് എക്സാമിന് പോയേക്കുന്നത്, റയനാണെന്നുണ്ടെങ്കിൽ റയൻ്റെ പല്ലൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്യാനായിട്ട് പോയേക്കുന്നത്. കാരണം ഷിപ്പിലേക്ക് പോകുന്നതിന് മുൻപ് പല്ലൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ പല്ല് നോക്കാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മമ്മി അവിടെ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്, പല്ലിന് കുഴപ്പങ്ങളൊന്നുമില്ല, എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല, വളരെ സ്ട്രോങ് ആണ് പല്ല്, ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരണോ, എനിക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ അവന് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്തായാലും നിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ട് പോകുന്നു, കാരണം അത് അത്യാവശ്യമല്ലേ. അവൻ സ്റ്റാൻഡ് ബൈ നിൽക്കുന്നതാണ്, അവൻ എപ്പോഴും കോൾ വരാം. അപ്പോൾ അത് റെഡിയാക്കി വെക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ അത് മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നേരത്ത് ഞാൻ കാലത്തെ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ തീർത്തിട്ട് കുളിച്ചൊടുപ്പ് മാറി പുറത്തേക്കാണ് പോകാനുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല. കാലത്ത് രാത്രി ഇട്ടനായി ഡ്രസ്സിൽ തന്നെ നിന്നിട്ടാണ് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ റോജന് ഇത്തിരി ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ ആ ഫ്ലാസ്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ ആ ചൂടുവെള്ളമൊക്കെ കെറ്റിലിൽ നിന്നെടുത്ത് ഒഴിച്ച് അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ പപ്പയുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് ഒരു അത്യാവശ്യം
അത്യാവശ്യമായിട്ട് പോയിട്ട് ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ പപ്പ ഇപ്പോൾ വരാമെന്ന് പറയണതല്ലാതെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. കാരണം അവിടെ എന്തോ പുള്ളീനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണേണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് അത് തീരാതെ പോരാൻ പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് പപ്പ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞെങ്കിലും വരാൻ സാധിച്ചില്ല. അങ്ങനെ ഞാൻ പപ്പനെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയില്ല. ഒറ്റക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച് തോപ്പുംപടിയിലേക്ക്. റയനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ സോൾട്ടിലേക്കാണ് പോയേക്കണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്തിയാൽ അവനെയും കൊണ്ട് പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോകേണ്ടി വരുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചിരിക്കണേയിരുന്നു കേട്ടോ. എങ്കിലും റയൻ ഏകദേശം എനിക്ക് പോകാൻ നേരമായപ്പോഴത്തേക്കും ആളെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ റയനെ കൂടി പോയിക്കോളാം, ഇനിയിപ്പോൾ തിരക്ക് പിടിച്ച് വരണ്ട, ഞാൻ റയൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ റോജന് വരാൻ പറ്റൂലല്ലോ, എന്തായാലും റോജർ വർക്കിലാണ്, പിന്നെ റൂബി ഒറ്റക്കാണ്. പിന്നെ ഈ ഒരു ബിരിയാണി റൈസ് വേവിക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഹോൾ മസാലകളൊന്നും തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ പുതിയ പാക്കറ്റുകളൊന്നും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. പഴയ മസാലകളെല്ലാം തീർന്നിരുന്നിട്ടുണ്ടായിരുന്നു. പുതിയ പാക്കറ്റ് പൊട്ടിക്കാനുള്ള നേരം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഈ തിരക്കിൻ്റെ ഇടയിൽ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു ഇത്തിരി ഗരം മസാല പൗഡർ ഇതിൻ്റെ മീതയിലൊന്ന് വിതറി കൊടുക്കുക, അതിൻ്റെ ലെയറുകളൊക്കെ ഇടണമെങ്കിൽ താഴെയും ഒക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മളിത് എല്ലാം കഴിഞ്ഞ് ദമ്മായിട്ട് പിന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ റൈസിനൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇന്ന് എളുപ്പപ്പണിയാണ് ചെയ്തത്, അങ്ങനെ ചെയ്തിട്ട് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇത് നട്ട്സ് ആൻഡ് റൈസിൻസും സവാളയൊക്കെ വറുത്ത് വേറെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 11:38 ഇതോടുകൂടി പിന്നെ മുട്ട ബോയിൽ ചെയ്ത് അതും വെച്ചിട്ടുണ്ട്. 12 മണിയോടുകൂടി ഞാൻ കുളിച്ചൊരുങ്ങി റയനെയും കൂട്ടിയിട്ട് പോയിട്ടാണ്. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ 2 ദിവസമായിട്ട് എന്തോ ഒരു അലർജി വന്നിട്ട് എൻ്റെ മുഖത്തൊക്കെ ഒരു തടിപ്പും മുഖം ചൊറിയൽ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കണ്ണെല്ലാം ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാൻ ഈ 2 ദിവസമായിട്ട് നിൽക്കുന്നത് കേട്ടോ. അതിൻ്റെ ടാബ്ലറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അത് വലിയ കുറവൊന്നും കണ്ടില്ല. അപ്പോൾ എൻ്റെ മുഖം ഒരു എന്തോ പോലെ തോന്നുന്നുണ്ട് എനിക്ക് കാണുമ്പോഴേ. അപ്പോൾ 12:45 ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി. അപ്പോൾ ഇത് ഞാൻ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് അവിടെ വെച്ച് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ നമ്മൾ ജുവലറിയിൽ കയറിയിട്ട് ഒരു കുഞ്ഞ് റിങ് കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് 2 ഗിഫ്റ്റ്. നമുക്ക് 2 പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 ഗിഫ്റ്റ്. പിന്നെ വന്ന് ഞാനൊന്നുടുപ്പ് മാറി വേഗം പപ്പക്കുള്ള മീൻകറി, തലേ ദിവസം നമ്മൾ മുളകിട്ട മീൻകറി വെച്ചില്ലേ, മുളകിട്ട് മീൻകറി അല്ല, ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മിക്സി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കാതെ. അത് പപ്പക്ക് ഒട്ടും ഇഷ്ടമല്ല തേങ്ങാപ്പാൽ പിഴിയാത്ത കറി. അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച കറിയാണ് പപ്പക്ക് ഇഷ്ടം. മുളകിട്ട ഒരു സംഭവങ്ങൾ, അച്ചാർ, അങ്ങനെ മുളകിലുള്ള സംഭവങ്ങൾ പപ്പക്ക് ഇഷ്ടമല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പപ്പ അത്ര അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ അത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും അവർക്ക് ബിരിയാണി ഉണ്ട്. അപ്പോൾ പപ്പക്ക് അതിനകത്തേക്ക് ഞാൻ ഇത്തിരി തേങ്ങാപ്പാൽ കൊണ്ടുവന്ന് ഒഴിച്ചതാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് ഇത് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ എത്തിയല്ല, ഒട്ടും തന്നെ കളയാനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വേഗം സാധനങ്ങൾ മേടിച്ച് പെട്ടെന്ന് തന്നെ എത്തിയപ്പോൾ റിച്ചാർഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റിച്ചാർഡും വന്ന് അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് റിച്ചാർഡ് ബൈക്കിനും പോന്നു, ഞാനും റയനും ഓട്ടോക്കും പോന്നു. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇത് മറ്റേ ബേക്കിംഗ് സോഡയിൽ മുക്കി വെച്ചിരുന്ന ഷർട്ടൊക്കെ വാഷ് ചെയ്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുകളിൽ വെയിലിൽ കൊണ്ടുപോയിട്ടെങ്കിലും നമ്മൾ രാവിലെ മുതലുള്ള വെയിൽ കിട്ടി, ഉച്ചക്കത്തെ വെയിൽ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് പിറ്റേ ദിവസം ഒന്നുകൂടി ഞാനത് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് ബിരിയാണിക്കുള്ള സാലഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ തൈരിൻ്റെ അകത്തേക്ക് നേരത്തെ ഞാൻ വെറുതെ സവാള വിനാഗിരി ഉപ്പ് ചേർത്തിട്ട് ഇങ്ങനെ തിരുമ്മിയാണ് സാധാരണ എടുക്കണത്. റിച്ചാനൊക്കെ അത് മതി, പക്ഷേ റയന് ഇത് ഇഷ്ടമാണ്, അതുകൊണ്ട് റയന് വേണ്ടിയിട്ട് ഞാനതങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഈ വേർപ്പ് വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് തന്നെ ഇടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇത്തിരി എളുപ്പമാണ്. അതിൻ്റെ ആ ഒരു ചെറിയൊരു നനവ് വരുമ്പോഴത്തേക്കും മിക്സ് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമാണ്. അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോവുകയും ചെയ്യും കേട്ടോ ആ ചൂടുകൊണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് ബിരിയാണിയൊക്കെ എടുത്ത് കുട്ടികൾക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ മുട്ട ഒക്കെ വെച്ചിട്ട് ഉള്ളിൽ അങ്ങനെ കൊടുക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെ മുട്ടയൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ടെന്നത്. വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞെടുത്തിട്ട് അതൊക്കെ ആക്കി കൊടുത്തിട്ടാണ്. അപ്പം എനിക്ക് ബിരിയാണി കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ബിരിയാണീനെ കഴിച്ച് കുട്ടികൾക്കുള്ളതൊക്കെ കൊടുത്ത് പപ്പക്കുള്ള ചോറും മീൻ കറി, മീൻ വറുത്തതും അതുമൊക്കെ കൊടുത്ത് എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റയൻ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് നോക്കാൻ ചെന്നത്. റയനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും ബുദ്ധിമുട്ടിക്കാത്ത കുട്ടിയാണ് കേട്ടോ. മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടെ നിന്നിട്ട് സാധനങ്ങൾ മേടിക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം. ഇതങ്ങനെയൊന്നുമല്ല, അവന് വേണ്ട സാധനങ്ങൾ അവൻ മേടിക്കും. അവൻ്റെ പെട്ടിക്കകത്ത് വെക്കാനുള്ളതെല്ലാം അവൻ കണ്ടുപിടിച്ചെടുത്ത് വെച്ചേക്കും. നമുക്ക് ഒരു ബുദ്ധിമുട്ടും തരൂല കേട്ടോ. അവൻ്റെ പെട്ടി എങ്ങനെ പാക്ക് ചെയ്തേക്കണമെന്നൊന്നും ഞാൻ കാണാറില്ല. എപ്പോഴും അങ്ങനെ തന്നെയാണ്. പോകുമ്പോൾ അവൻ ഒറ്റക്ക് തന്നെയാണ് വേണ്ട സാധനങ്ങളെല്ലാം എവിടെയാണെങ്കിലും തപ്പിയെടുത്ത് അത് വെച്ചേക്കും കേട്ടോ. പിന്നെ ചില കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചോദിക്കും, അതെടുത്ത് വെച്ചാന്ന് മാത്രം ചോദിച്ചാൽ മതി. ചിലത് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം. എന്തൊക്കെയാണ് റയൻ കൊണ്ടുപോകാൻ മേടിച്ചേക്കണത്? ഇയർബഡ്സ്
ഇയർബഡ്സ് റൂബി കാണട്ടെ എന്ന്. എത്ര ബ്രഷ് മേടിച്ച്? ഓക്കെ ആ ഓക്കെ. സിസർ ടൂത്ത് പേസ്റ്റ് ഒരെണ്ണം മതി. ഓക്കെ. ഒരു ഡിയോ ഫോഗ് റൂബി കുഞ്ഞ് കാണാനിരിക്കുന്നടാ. ആ ലിസ്റ്ററി. അപ്പം നിന്റെ പല്ലിന് ഒരു കുഴപ്പമില്ല, ചെക്കപ്പ് കഴിഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്ത് കുഴപ്പമില്ല. അപ്പം ലിസ്റ്ററിൻ മാത്രം ആ ലിസ്റ്ററിൻ മാത്രം മതി എന്ന് പറഞ്ഞ് എന്തെങ്കിലും തോന്നണമെന്നുണ്ടെങ്കിൽ. ആ പിന്നെ ഷാംപൂ ഷാംപൂ ആന്റി ഡാൻഡ്രഫ് ആൻഡ് ആന്റി ഹെയർ ഫോൾ. നോക്കണേ ആള്. നെയിൽ ക്ലിപ്പർ, നെയിൽ കട്ടർ, പിന്നെ 2 ബ്രൗണി. കൊച്ചിനൊന്ന്. എടാ അത് മാറ്റടാ, ആ കവറിൽ തന്നെ ഇട്ടതല്ല. ഞാൻ നിങ്ങൾക്ക് പുറത്തു പോയി വരുമ്പോൾ എന്തെങ്കിലും മേടിച്ചിട്ടുണ്ട്, അതുപോലെ നിങ്ങൾ എനിക്കും മേടിച്ചിട്ടുണ്ട് വരും. 3 സോക്സ്. ഓക്കെ. ബോക്സർ 5 ആവശ്യം. ആ പിന്നെ ഇവിടെ ഉണ്ട് 4 എണ്ണം. പിന്നെ പാൻസ്. ഇത് യൂണിഫോം ഇടാനുള്ള വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റുമാണ് യൂണിഫോം. അപ്പോൾ അതിൻ്റെ 2 പാൻസ് സോൾട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ രസത്തിന് പല കളറിലെ ഹാങ്ക് കർച്ചീഫ്. ആ കൊള്ളാം, അങ്ങനെ മേടിച്ചത്. ഇതെത്ര മേടിച്ച്? 5 ബനിയനും 5 ഇന്നർ വെയറുകൾ. ബെൽറ്റ് സിംഗിൾ സൈഡ്. ഓക്കെ. ഡബിൾ സൈഡ് എടുത്ത് പണിയായി. ഡബിൾ സൈഡ് നല്ലത് മേടിക്കണം. ഇനിയിപ്പോൾ നമുക്ക് വേറെ ഇത് ക്രോക്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട, വലിയ വില കൂടിയ സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട. ഇതൊക്കെ തന്നെ മതി. ഇനി യൂണിഫോം ഷർട്ട് ഞാനിപ്പോൾ വാഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അത് വെയിലത്ത് കിടന്നുണങ്ങുമ്പോൾ കളറ് മാറിയാൽ കൊള്ളാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ മേടിക്കും. വെയിലത്തോണ്ട് ഇട്ടിട്ടുണ്ട് വാഷ് ചെയ്ത്. പിന്നെ അവിടെ നിന്ന് 3000 അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു 7000 8,000. അതല്ലേ 8,000 എന്ന് പറഞ്ഞത്. അപ്പം റയന് പോകാനുള്ള ഇനിയുണ്ട്. നമുക്ക് 100 രൂപയുടെ ബനിയൻ മേടിക്കണം അല്ലേ, റൂമിൻ്റെ അകത്തിടാനായിട്ട്. അത് നമ്മുടെ ഇവിടെ നിന്ന് പോയി ആ ബനിയാൻ ഇവിടെ ഇല്ല, വേറെ സ്ഥലത്ത് പോയി മേടിക്കണം. ഇന്നിപ്പോൾ പോയെങ്കിലും നമുക്കത് മേടിച്ചുകൊണ്ട് വരാൻ സാധിച്ചില്ല. റിച്ചാണ് ഷർട്ട് കാണിക്കും. റിച്ചാണിന് ഇപ്പോൾ ഷർട്ട് ഒന്നും പാകമില്ലാത്ത സ്ഥിതിക്ക് ഈ ഒരു സോൾട്ട് കളറ് മേടിച്ച്, ക്രീം കളറ്. തുറന്നൊന്നും നോക്കിയിട്ടൊന്നുമില്ല. ഇതാണ് മേടിച്ചത്. ഇതിന് 795 അല്ലേ, 800. 794. ഓക്കെ. അപ്പോൾ ഇതാണ് മേടിച്ചത്. ഇതൊക്കെ മമ്മാസിന്നാണ് മേടിച്ചത്. ഇത് പിന്നെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു സാധനം കൂടി മമ്മാസിന്നാണ് മേടിച്ചത്. എന്നൊരു സാധനം കൂടി മേടിച്ചത് ഒഡോണിൽ, നമ്മളുടെ ഓട്ടോമാറ്റിക്കായിട്ട് സ്പ്രേ അടിക്കുന്ന സാധനത്തിൽ വെക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇത്രയും നേരം കണ്ടിരുന്നത് വ്യാഴാഴ്ചത്തെ വീഡിയോ ആണ്. ഇതിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങി. അപ്പോൾ റിച്ചാണിന് പോകണമല്ലോ, റിച്ചാണിന് പോകണ ആ ഒരു കാര്യം കൊണ്ട് തന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനൊന്നും രാവിലെ പറ്റാറില്ല കേട്ടോ. അതുകൊണ്ടാണ് 3 ദിവസം വീഡിയോ ഇടാനും സാധിക്കാതെ പോയത്. പിന്നെ ഇങ്ങനെ തിരക്കൊക്കെ വന്നല്ലോ. അപ്പം ഞാനും പപ്പയും കുറച്ച് ഓട്സൊക്കെ കാച്ചി. ഈ ഓട്സ് കാച്ചിയതിനകത്ത് നിന്ന് തന്നെ കുറച്ച് ഓട്സ് എടുത്തിട്ട് അവർക്ക് ഓട്സും ഏത്തപ്പഴം വെച്ചിട്ടുള്ള സ്മൂത്തിയും ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ റിച്ചാർഡ് നമ്മൾ വാങ്ങിച്ച ആ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോണത്. കാരണം ഇവർക്ക് സോൾട്ട് കളേഴ്സേ ഇടാൻ പാടുള്ളൂ, അതിൽ ബ്രാൻഡ് നെയിം പോലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മളൊന്നും ഇല്ലാത്ത ഒരു ഷർട്ട് നോക്കി എടുത്തിട്ട് പോകുന്നതാണ് കേട്ടോ. അതൊക്കെ പെട്ടെന്നാണ് നമ്മൾ നോക്കി എടുത്തത് കേട്ടോ.
ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ എത്ര പെട്ടെന്നാണ് വീട്ടിലേക്ക് എത്തിയത്. ആ സമയം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അധികം സെലക്ഷനൊന്നും നമ്മൾ നിന്നില്ല. പെട്ടെന്ന് കാര്യങ്ങളെടുത്ത് വീട്ടിൽ വന്നിട്ട് നമുക്ക് വേറെ കാര്യങ്ങളുണ്ടായിരുന്നല്ല. അപ്പോൾ പിറ്റേന്ന് ഞാൻ ആ ഡ്രസ്സ് തന്നെയാണ് ഇട്ടേക്കുന്നത്. അന്ന് നമ്മൾ ഏകദേശം ഒരു 1-2 മണിക്കൂർ മാത്രമേ ഞാൻ ആ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രിസ്മസ് ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ കുളിച്ച് നൈറ്റ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും രാവിലെ ഈ ഒരു ഡ്രസ്സ് തന്നെ എടുത്തിട്ട് കേട്ടോ. പിന്നെ നമ്മൾ റയൻ്റെ യൂണിഫോം ഒന്നുകൂടിയിട്ട് അതുപോലെ തന്നെ വാഷ് ചെയ്ത് ഉജാലയും ക്രിസ്മസ് ഷൈനൊക്കെ മുക്കിയിട്ട് ഒന്നുകൂടി വെയിലത്ത് കൊണ്ടുപോയിട്ട് മുകളിൽ ടെറസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓ, നല്ല ടീഷർട്ടാണല്ലോ റയനെ, 100 രൂപയുടെ ടീഷർട്ട്, എല്ലാം നല്ല ടീഷർട്ടാണ്. നമ്മളുടെ വെളിയിൽ വന്ന് വെച്ച കട പോയല്ലേ, അത് ഇല്ല ഇപ്പൊ അങ്ങോട്ടേക്ക് മാറ്റിയേക്കുന്നത്. അത് തന്നെയാണ്. ഇത് വേറെ കിട്ടാത്തോണ്ട് ഞാൻ ഇത് നൈസ്, ഇത് നല്ലതാണ്. ഹായ്, ഇത് എന്ത് രസം നോക്കിയേ എൻ്റെ ദൈവം, ഇത് കണ്ടില്ലേ, ഭയങ്കര എംബ്രോയിഡറി വർക്കൊക്കെയാണിത്. ഇത് ക്ലോത്ത് വെച്ചിട്ട് ചുറ്റും തയ്ച്ചേക്കണേണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? കംപ്ലീറ്റ് ഇട്ട് ഇത് അടിപൊളി. ഈ സ്റ്റിച്ച് ചെയ്ത ഇതൊക്കെ ഭയങ്കര വിലയാണ് പുറത്ത്. ഇതെല്ലാം എന്തോ, പക്ഷെ ഇതൊക്കെ വലുതല്ലേ നിനക്ക്? ആ, അടിപൊളി കേട്ടാ, നല്ല സെലക്ഷൻ നിന്റെ. ഓ, അതെടുത്തു തന്നിട്ട് ഏറ്റവും സൂപ്പർ അതാണേ. ഓ, ഇതും കൊള്ളാം, നന്നായിട്ടുണ്ട്. പിന്നെ അത് പ്രിൻ്റാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. 100 രൂപയ്ക്ക് ഇത് ഇവിടെ നിന്ന് കിട്ടും, കംപ്ലീറ്റ് എംബ്രോയിഡറി. മൂന്നെണ്ണം മേടിച്ചോളൂ അല്ലേ? ആ, ഓ, ഇത് ചെറുതാണ് നിനക്ക്. അഡിദാസിൻ്റെ അഭിബാസ. ഓക്കെ, സെറ്റ്. ഇത് എത്ര രൂപയാണ്? ഇത് 150. 150. കപ്പലിൽ പോയി പണിയെടുത്ത് ക്ഷീണിക്കുമ്പോൾ ഇടാം, സൂക്ഷിച്ചു വെച്ചോ. These are all the t-shirts that I bought. Total 450. വെരി ഗുഡ്. ഇത് ഭയങ്കര ലാഭം. അപ്പം ശരി, അപ്പം ഇനി പാക്കിങ് തുടങ്ങണല്ലേ? നാളെ ഇവിടെ നിന്ന് പോകുകയല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോഴത്തേക്ക് 100 രൂപയുടെ ടീഷർട്ട് മേടിക്കണമെന്ന് വിചാരിച്ചെങ്കിലും നമുക്ക് മേടിക്കാൻ സാധിച്ചില്ല, മറന്നുപോയി. ഓട്ടോക്ക് നേരെ വീട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഓർത്തത് അത് മേടിച്ചില്ലല്ലോ. അപ്പോൾ റയം പോയിട്ട് ഇന്ന് പോയിട്ട് മേടിച്ചാണ്ട്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യുന്ന, എക്സ്പോർട്ട് ചെയ്യുന്ന ഡ്രസ്സുകളാണ്. അത് എന്താ പ്രശ്നം എന്നുള്ളത് നമ്മൾ നോക്കിയാൽ പോലും നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ അത് നല്ല സൂപ്പറാണ്, എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഇടാം. അത് എക്സ്പോർട്ട് ചെയ്യുന്ന നല്ല ടീഷർട്ടുകളാണ്. അപ്പോൾ നമ്മൾ മീൻ കറിയും മീൻ വറുത്തതൊക്കെ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഷർട്ടെല്ലാം നല്ല വൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഷർട്ടല്ല വൈറ്റായി കിട്ടിയെന്ന് മാത്രം, അത് പുതിയ ഷർട്ടാണ്. കാരണം വൈറ്റായിട്ട് കിട്ടിയ ഷർട്ട് റയൻ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് തേക്കാൻ നോക്കിയപ്പോഴത്തേക്കും സംഭവം മഞ്ഞ കളർ, തേക്കുന്ന സ്ഥലം മൊത്തം മഞ്ഞ കളറായിക്കൊണ്ടിരിക്കണം. എന്താണെന്നറിയില്ല, അതിന് നമ്മളുടെ ബേക്കിംഗ് സോഡയുടെ റിയാക്ഷനാണ്, എന്താണെന്ന് ഒന്നും മനസ്സിലായില്ല. ഏതായാലും അത് കണ്ടതാ, വേഗം തന്നെ അത് മാറ്റി അവിടെ ഇട്ടിട്ട് ഓടിപ്പോയിട്ട് തേവരെ പോയി 2 ഷർട്ട്, ഇത് ആദ്യം തന്നെ ചെയ്താൽ മതിയായിരുന്നു, 2 ഷർട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് പാക്ക് ചെയ്ത് നമ്മൾ അങ്ങനെ കയറ്റിയിട്ടുണ്ട്. എല്ലാം കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം റയൻ പാക്ക് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് സാറ്റർഡേ റയൻ പോകുന്ന ദിവസം ഇതുകൊണ്ട് തന്നെ ഇത് റിച്ചാർഡിൻ്റെ ഒരു ഫെയർവെൽ പാർട്ടിയാണ് ഈ നടത്തുന്നത്. ബർഗറൊക്കെ റയന് ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ വിസയുടെ കാര്യത്തിന് റയൻ പോകുന്ന ആ സമയത്തും ബർഗറൊക്കെ കൊടുത്തിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇന്നും ഒരു ചെറിയൊരു പാർട്ടിയൊക്കെ വെച്ച് റയനെ ഹാപ്പി ആക്കിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. പിറ്റേ ദിവസം സാറ്റർഡേ ഞാനും പപ്പയും രാവിലെ തന്നെ നമ്മളുടെ ആൻറ്റിയുടെ നവതിയുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് പോകണതാണ്. വലിയ ആഘോഷങ്ങളില്ല, കാരണം കുടുംബത്തൊരു മരണം നടന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ കുറവാണ്. എങ്കിലും നവതി എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഒരു തവണയേ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കുന്നത് മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരിത്തിരി ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. ഇത്തിരി തേങ്ങ പീരയൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം ഒന്ന് ചതച്ചെടുത്തത്, പിന്നെ ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും, ഇത് അരിപ്പൊടി, അല്ലെന്നുണ്ടെങ്കിൽ കോൺഫ്ലോറും എങ്ങനെ വേണമെങ്കിലും ഇടാം, കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ ഇടാം. അപ്പം ഞാൻ ഇന്ന് അരിപ്പൊടിയാണ് ഇട്ടത്. കഴിഞ്ഞ ദിവസം നമ്മളിട്ടത് കോൺഫ്ലോറും അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടിട്ടത്. അപ്പോൾ ഇന്ന് അരിപ്പൊടി മാത്രം ഇട്ടിട്ട് പിന്നെ കുറച്ച് വേപ്പില, ഇനി ഇത്തിരി വെള്ളവും കൂടി തളിച്ചിട്ട്
നമുക്ക് ഇതൊന്ന് നല്ല ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് പോണത്. കാരണം ഞങ്ങൾ പോയി വന്നതിന് ശേഷം വേണം വറുക്കാനായിട്ട്. അതുകൊണ്ട് ഫ്രിഡ്ജിലിരിക്കട്ടെ എന്ന് വെച്ചാൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ എപ്പോഴും മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടൈം കുറച്ച് കൂടുതൽ കൊടുക്കുന്നതാണ് എപ്പോഴും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടാൻ നല്ലത്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചെറുപയറും പുട്ടുമാണ് കേട്ടോ. അപ്പോൾ ചെറുപയറിനൊക്കെ ഒന്ന് താളിച്ചിട്ട് പുട്ടും ഒക്കെ റെഡിയാക്കി വെച്ച് ഞാനും പപ്പയും വേഗം തന്നെ ഒരുങ്ങിയിട്ട് പോണേണ്. പപ്പട ആൻറ്റിയാണ് കേട്ടോ. പപ്പട അമ്മയുടെ ആങ്ങളുടെ ഭാര്യ, റിട്ടയേർഡ് ടീച്ചറാണ്. അപ്പോൾ അത് നവതി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര എല്ലാവർക്കും കിട്ടുന്ന കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അത് എന്ത് തന്നെ ആയാലും ആഘോഷിക്കുന്നത് തന്നെ നല്ലത്. ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളും ആഘോഷിക്കാറ്. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ തന്നെയുള്ള ഒരു ആഘോഷം വീട്ടിൽ തന്നെയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഹോളിലൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ കാറൊന്നും എടുക്കണില്ല. കാരണം നമുക്ക് ഈ ഒരു ജങ്കാറയിൽ റോറോയിൽ കയറി അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവരുടെ വീടാണ്. അപ്പം നമുക്ക് കാറ് ഓടിക്കാനുള്ള ഒരു ദൂരമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓട്ടോക്ക് വന്നിട്ട് തിരിച്ച് അപ്പുറത്തേക്ക് ഇറങ്ങി ഓട്ടോക്ക് തന്നെ അങ്ങോട്ട് വീട്ടിലേക്ക് പോന്നാൽ മതി. അല്ലെങ്കിൽ കാർ നമ്മൾ അവിടെ ഇടണം. വെറുതെ ക്യൂവിൽ നിന്നിട്ട് റോറോയിൽ കയറാനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനും പപ്പയും ഓട്ടോയിലാണ് വന്നത്. അപ്പോൾ എനിക്ക് അലർജിയുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിവിടെ വന്നപ്പോഴേക്കും എനിക്ക് ഒരു ടെൻഷനായിരുന്നു. എല്ലാവരും അലർജി മുഖം എന്തെങ്കിലും ഇരിക്കണേ നിങ്ങൾ ചോദിക്കുവാന്ന് ആരും ചോദിച്ചില്ല. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ. എൻ്റെ കണ്ണ് പോലും തുറയാതിരിക്കണേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പയുടെ അമ്മയും പെങ്ങളും ഹസ്ബൻഡും ഒക്കെ എല്ലാവരും വന്നിരിപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളൊക്കെ എത്തിയത് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേയുടെ നവതി ആഘോഷിക്കുന്ന ആൻറ്റിയാണ് അവിടെ ഇരിക്കണം. ക്രീം ഇത് സാരി എടുത്തിട്ടിരിക്കുന്നതാണ് ആൻറ്റി. അപ്പോൾ ഇത് പപ്പയുടെ അമ്മയാണ്. ഇപ്പുറത്ത് പെങ്ങൾ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ മാത്രം കേട്ടോ, കൂടുതൽ ആരുമില്ല. ആൻറ്റിയുടെ വശത്തു നിന്നുള്ള ഫാമിലിയുള്ള ആളുകൾ, അങ്കിളിൻ്റെ വശത്തുള്ള ആളുകൾ, ഞങ്ങൾ. അപ്പോൾ അങ്ങനെ കുറച്ച് പേര്. അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ കെട്ടി വന്ന മരുമക്കളാണ് കേട്ടോ. അപ്പോൾ ഒരാൾ കൂടിയുണ്ട്. അപ്പോൾ ആൾ ഇവിടെ ഈ വീട്ടിലുള്ള ആളാണ്. അപ്പോൾ ആൾ ഇത്തിരി തിരക്കിലാണ്. ദേവി വന്നിട്ടുണ്ട്, ഷീലു. അപ്പോൾ ഷീലു, റൂണ, ഗ്ലാഡീസ്. എൻ്റെ പേരും ഗ്ലാഡീസ് എന്ന് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഗ്ലാഡീസാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ മരുമോൾ ഗ്ലാഡീസ്, രണ്ടാമത്തെ മരുമോൾ ഗ്ലാഡീസ്, മൂന്നാമത്തെ മരുമോൾ ഷീലു, നാലാമത്തെ മരുമോളാണ് റൂണ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഞങ്ങളെല്ലാവരും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ടൂറ് പോകണം, നമ്മൾക്ക് മാത്രമായിട്ട് ടൂറ് പോകണം, ഈ പരിപാടിയൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ റൂബി ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും ഒഴിവാകോട്ടെ ഇവരുടെ അടുത്ത് നിന്ന്. പക്ഷേ ഇവരെല്ലാവരും എന്നെ വഴക്കുറയും, ഇത്തവണയെങ്കിലും പോകണം, ഇത്തവണയെങ്കിലും നമുക്ക് 4 പേര് മാത്രമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത്തവണ നമുക്ക് എങ്ങനെയെങ്കിലും നടപടിയാക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഫംഗ്ഷൻ്റെ സമയമായി, കേക്ക് കട്ടിങ്ങിൻ്റെ സമയമൊക്കെ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഷീലുവിൻ്റെ ഹസ്ബൻഡ് റോഷനാണ് കേട്ടോ, മെറൂൺ കളറിലെ ഷർട്ട് ഇട്ട് നിൽക്കണം. അപ്പോൾ റോഷൻ ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 38 പേര് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരെയും കൂടിയിട്ട് പുള്ളി തന്നെ ഞങ്ങൾ ടൂർ കൊണ്ടുപോയിട്ടുണ്ടാകും. എന്നിട്ട് ഒരു 1 ഡേ ട്രിപ്പ്, അത് നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ ഇനി പോകാൻ സാധിക്കില്ല. കാരണം അന്നൊക്കെ നമ്മളുടെ മക്കളൊക്കെ ചെറുതാണ്, എല്ലാവരുടെയും മക്കളുണ്ട്, അങ്ങനെയൊക്കെ പോയി. പക്ഷേ ഇപ്പോൾ മക്കളെല്ലാവരും വിദേശത്താണ്, എല്ലാവരും തന്നെ വിദേശത്താണ്. പപ്പയുടെ പെങ്ങളുടെ മക്കളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വിദേശത്ത് സെറ്റിൽഡാണ്. പിന്നെ ുണ്ടെങ്കിൽ പെങ്ങളും ഹസ്ബൻഡും അവരും ഒക്കെ മക്കളുടെ കൂടെ വിദേശത്തൊക്കെ തന്നെ ആയിരുന്നു. അങ്ങനെ അവരൊക്കെ ഇപ്പം നാട്ടിലെത്തിയതുകൊണ്ട് മാത്രമാണ് ഇതിനകത്തൊക്കെ പങ്കെടുക്കാനും പറ്റിയത് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആൻറ്റി. താഴെ ഇരിക്കുന്നത് അമ്മക്ക് കുറച്ച് നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ പ്രായം ആയ ആ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കേട്ടോ, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് മക്കളും പേരക്കുട്ടികളും ഉള്ളവർ, നാട്ടിലുള്ളവരൊക്കെയാണ് ഉള്ളത്. മറ്റുള്ളവർ ഭൂരിഭാഗം ആളുകളും പേരക്കുട്ടികളെല്ലാവരും തന്നെ വിദേശത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ആൻറ്റിക്കും അങ്ങളിലും കൂടി 10 പേരക്കുട്ടികളുള്ളത്. അപ്പോൾ ഇവർ 10 പേരക്കുട്ടികളും കൂടിയിട്ടുള്ള അപ്പൂപ്പനും അമ്മൂമ്മയും 10 പേരക്കുട്ടികളും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ പഴയത് ഒന്ന് റെഡിയാക്കിയെടുത്ത് ഫ്രെയിം ചെയ്തിട്ട് ഈ വീട്ടിലെ ഏറ്റവും ഇളയ പേരക്കുട്ടി ഒരു ഗിഫ്റ്റ് കൊടുത്ത് ആ ഒരു ഫോട്ടോയൊക്കെ എത്ര പ്രഷ്യസ് ആണെന്ന് നമുക്ക് ഈ അന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾക്കൊന്നും തോന്നില്ല അല്ലേ, ആ ഫോട്ടോയൊക്കെ ഇത്രയും പ്രഷ്യസ് ആകുമെന്നൊന്നും ഓർക്കില്ല. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതാണ് അവിടുത്തെ ഏറ്റവും ഇളയ പേരക്കുട്ടി മിഷേൽ കേട്ടോ. അപ്പോൾ ആ മോനാണ് ആ ഫോട്ടോ ഒക്കെ സെറ്റാക്കി കൊടുത്തത്. ഇതും ആ വീട്ടിലൊരു പേരക്കുട്ടിയാണ്, ഐൻസ്റ്റീൻ, മൂത്ത മോൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഓരോ കാര്യങ്ങൾ അങ്ങനെ ഗിഫ്റ്റായിട്ടൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. കേക്കൊക്കെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പപ്പയുടെ പെങ്ങളാണ്. പിന്നെ ഇത് പപ്പയുടെ അമ്മയുടെ അനിയത്തിയുടെ മോളാണ്, നാൻസി ചേച്ചി.
അങ്ങനെ ഓരോരുത്തർ അവരുടെ പേരക്കുട്ടീനെ കൊണ്ടൊക്കെ ഇതൊക്കെ വലിയൊരു ഒരിക്കലും കിട്ടാത്ത ഒരു ഭാഗ്യങ്ങളാണ്. ആ കുഞ്ഞു വാവ വരെ ഈ 90 വയസ്സായ അമ്മൂമ്മക്കൊക്കെ കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്ന ആ ഒരു സന്തോഷം കേട്ടോ. ഇത് നമ്മളുടെ ആവറിൽ, ഇത് റൂണയുടെ മോളാണ് കേട്ടോ ആവറിൽ. അപ്പോൾ അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് വളരെ സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വൈകുന്നേരം വരെ നിന്നിട്ട് ആഘോഷിക്കണം, എല്ലാവരും കൂടി കാണുന്ന സമയമാണ്. പക്ഷേ ഒന്നും നടന്നില്ല. റയൻ പോകാൻ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റൂലല്ലോ. റയന് 4:30 മണിയോടുകൂടി വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതിന് മുൻപ് നമ്മൾ എത്തണ്ടേന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പോന്നു. അപ്പോൾ ഇതാണ് കേട്ടോ 10 പേരക്കുട്ടികളും ആൻറ്റി അങ്കിളും കൂടി നിൽക്കുന്നത്. ആൻറ്റി എടുത്തേക്കുന്നതാണ് മിഷേൽ അന്ന് ഇത്രയും കുഞ്ഞു വാവയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അമ്മയും ചേച്ചിമാരും കൂടിയിട്ട് ആൻറ്റീനെ പൊന്നാട എണീക്കുന്നതാണ്. അപ്പോൾ മൂത്തത് ഗ്രേസ് ചേച്ചി, രണ്ടാമത്തത് ജോയ്സ് ചേച്ചി കേട്ടോ. ചുരിദാർ ഇട്ടേക്കണത് മൂത്ത ചേച്ചിയാണ് പപ്പടം. മൂത്ത ചേച്ചിയുടെ ഹസ്ബൻഡ് മാക്സി ചേട്ടനാണിത്. രണ്ടാമത്തെ ചേച്ചിയുടെ ഹസ്ബൻഡ് മാണച്ചൻ ചേട്ടൻ. അങ്ങനെ എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്ത്. പിന്നെ ഇത് നാൻസി ചേച്ചിയുടെ ഹസ്ബൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അനിയത്തിയുടെ മോളും പീറ്റർ ഹസ്ബൻഡ്. പിന്നെ അടുത്തത് ഗിഫ്റ്റ് കൊടുക്കുന്നത് മൂത്ത മരുമോളാണ് കേട്ടോ ആൻറ്റിയുടെ. ഇത് തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ മോന് ഐൻസ്റ്റീന്. അപ്പോൾ പെൺമക്കളെല്ലാം വിദേശത്താണ് കേട്ടോ. പെൺമക്കളുണ്ട്, മൂത്തത് ഇളയതായിട്ട്, ഇവൻ നടുവത്തതാണ്. അപ്പോൾ ഐൻസ്റ്റീനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഐൻസ്റ്റീൻ കുറേ ഷോർട്ട് ഫിലിമുകളൊക്കെ എടുക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഐൻസ്റ്റീൻ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഐൻസ്റ്റീനാണ് കേട്ടോ. ഐൻസ്റ്റീനാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നമുക്ക് തന്നത്. ഐൻസ്റ്റീൻ ഞാൻ അവിടെ ചെന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം കണ്ടത് ഡേയ്സ് ചേച്ചിയും റാഫി ചേട്ടനും ഈ നാൻസി ചേച്ചിയുടെ അനിയത്തിയും ഭർത്താവുമായിരുന്നു കേട്ടോ, അമ്മയുടെ അനിയത്തിയുടെ മക്കൾ. പിന്നെ ഇത് ഷീലുവിൻ്റെ ഫാമിലി. പിന്നെ ഇവിടെ ഷീലുവും റോഷനും മോനും ഇത്രയും പേരെ ഇവിടെ ഉള്ളത്. ഇവരുടെ മൂത്ത മോനുണ്ട്, ന്യൂസിലാൻഡൊക്കെയാണ് കേട്ടോ. ഇത് പിന്നെ ആൻറ്റിയുടെ ഫാമിലിയിലുള്ള ആളുകളാണ് കേട്ടോ. പിന്നെ ഇത് ആൻറ്റിയുടെ മൂത്ത മോളാണ് ടാനി ചേച്ചിയും, ടാൻസി എന്നാണ് കേട്ടോ പേര്, ഇന്നസെൻ്റ് ഏട്ടനും. അവരുടെ മക്കളും ഒക്കെ വിദേശത്തായതുകൊണ്ട് തന്നെ ആരും തന്നെ ഇല്ല, അവർ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ വെച്ചിട്ട് ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷം കഴിഞ്ഞ് അങ്ങനെ ഞാനും പപ്പയും 1:45 അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വേഗം ഇറങ്ങി കേട്ടോ. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകുന്നേരം പോരുള്ളൂ. അങ്ങനെ തിരിച്ച് വീട്ടിൽ എത്തിയപ്പോഴേക്കില്ലേ നമ്മളുടെ ഗ്രൗണ്ടിൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അഖിലേഷ്, അപ്പോൾ ഇത് സബ്സ്ക്രൈബറാണ്, സ്വപ്ന ആൻറ്റിയുടെ സബ്സ്ക്രൈബറാണ്. മമ്മിയാണോ കാണുന്നത്? മമ്മിയുടെ ഒപ്പത്തിലാണോ കാണുന്നത്? പിന്നെ അമ്മേയാ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങളൊക്കെ വീഡിയോ കാണിച്ചേക്കാം കേട്ടോ. ഓക്കെ, ഹലോ. കുറേ പേര്. ഓ, അഭിഷേക. അല്ലോ എല്ലാവരെയും ഇടും. റൂബി വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്ന. അതെ അതെ അതെ. അപ്പോൾ ആ 2 കുഞ്ഞുങ്ങളുടെ അമ്മമാർ ഈ വീഡിയോ കാണുമ്പോൾ കുട്ടികൾ ഒന്നിച്ച് കാണും. അപ്പോൾ അവർക്ക് ഏകദേശം എന്നെ അറിയാം, റൂബിനെ അറിയാം, ചാനലിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചോദിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച്. അപ്പോൾ അങ്ങനെ ഈ ടൂറ് വരുന്ന ആളുകളൊക്കെ നമ്മുടെ ഗ്രൗണ്ടിലൊക്കെയാണ് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കൈയെല്ലാം കഴുകി അവിടെയൊക്കെ തന്നെ അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റയന് പോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബ്ലൂ ബാഗിൽ അവൻ്റെ കവറോളുകളൊക്കെയാണ്, അത് ആ ബാഗോട് കൂടി കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ ആ ബാഗും ഇതെല്ലാം കളഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അത് സെപ്പറേറ്റ് എടുത്തേക്കുന്നതാണ്. പിന്നെ ഒരു ലാപ്ടോപ്പ് ബാഗ്, പിന്നെ അവൻ്റെ ഡ്രസ്സുകളുടെ ആ വലിയ ബാഗ്. റയൻ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന സീനാണ്. പിന്നെ ഇനി നമ്മൾക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ സങ്കടപ്പെട്ട് മാറിയിരിക്കുക അത്രയേ ഉള്ളൂ. കാരണം നമ്മളൊരു പ്രവാസി എന്ന് പറയുമ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് ആ സ്ഥലത്തേക്ക് തന്നെയല്ലേ. അവിടെ കാണുന്ന ആളുകൾ, പരിചയമുള്ള ആളുകളും എല്ലാം ഒരു മാറ്റമില്ല, അവിടേക്ക് തന്നെയല്ലേ നമ്മൾ പോകണം. പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ തവണ പോകുന്നതും പുതുമയാണ്. ഏതൊരു അവസ്ഥയിലേക്കാണ് എത്തപ്പെടുക എന്നറിയില്ല. ഇങ്ങനെയുള്ള ഷിപ്പായിരിക്കും, അതിലുള്ള ആളുകൾ എവിടെ നിന്നുള്ള ആളുകളാണ്, പല ഭാഷയും പല സംസ്കാരമുള്ള ആളുകളാണ്. അത് എങ്ങനെയായിരിക്കും നമ്മളോട് പെരുമാറുക, നമ്മളെങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക, ഇങ്ങനെയുള്ള ഒരുപാട് ടെൻഷനുകളോട് കൂടിയാണ് ഓരോ ഷിപ്പിലേക്ക് ഇവർ കയറുന്നത് കേട്ടോ. അല്ലാതെ സാധാരണ പ്രവാസിയുടെ പോലെ ചെയ്യുന്ന ജോലി തന്നെ ചെയ്യുന്ന ആളുകളുടെ കൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവർ പോകുന്നത്. പുതിയ ആളുകളാണ്, അതും ഏതൊക്കെ രീതിയിൽ. റിച്ചാൻ്റെയൊക്കെ കാര്യങ്ങൾ ഞാൻ പല വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപാട്
വിഷമഘട്ടങ്ങളിലൂടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. പക്ഷേ ആ സ്ട്രഗിൾ ചെയ്താൽ കിട്ടുന്ന നേട്ടം വലുതാണ്. അപ്പോൾ ആ സ്ട്രഗിളിങ്ങിന് വേണ്ടി തന്നെയാണ് റയനി പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭയങ്കര വിഷമമുണ്ട്. എങ്കിൽ തന്നെയും രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം കാണിക്കാതെ ആണ് നിൽക്കുന്നത്. പപ്പയാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ആളട്ടാ. ഇന്നിപ്പോൾ അവിടെ ആൻറ്റിയുടെ വീട്ടിൽ പോയി അവിടുത്തെ ഫംഗ്ഷന് നിന്നെങ്കിലും പപ്പ വല്ലാത്ത ടെൻഷനിലും സങ്കടത്തിലും ആയിരുന്നു, എന്നെക്കാളേറെ. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. പണ്ട് മുതലേ അങ്ങനെയാണ്, മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പപ്പയാണ് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പപ്പ വളരെയധികം വിഷമത്തിലാണ് നിൽക്കുന്നത്. ഒന്നാമത് ഇളയ മോനുമല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തൊക്കെ വിടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷിപ്പിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ ഷിപ്പാണ് എങ്കിലും ഇനി ഒരു ഷിപ്പ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് അവന് റെഡിയാകാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ 6 മാസത്തെ 3 ട്രിപ്പ് 18 മാസം കഴിഞ്ഞാൽ പിന്നെ റയൻ കോഴ്സിന് ജോയിൻ ചെയ്യണം. ഇതുപോലെ റിച്ചാർഡ് പഠിക്കുന്ന പോലെ ആ കോഴ്സെല്ലാം ചെയ്തതിന് ശേഷം എക്സാം കഴിഞ്ഞാൽ അവന് 3rd ഓഫീസറായിട്ട് പിന്നെ സ്ഥാനത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ട്രഗിളിങ്ങും പണച്ചെലവും ഒക്കെയാണ് ഇനി അടുത്ത് വരുന്നത്. അപ്പോൾ റൂബി ചേട്ടനെ യാത്രയാക്കാൻ വേണ്ടി ഓടി പുറത്തേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ റൂബിക്ക് നമ്മൾക്ക് നമ്മുടെ പോലെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ, എങ്കിലും അവൾക്ക് പറ്റിയ ഭാഷയിൽ ചേട്ടൻ പോയി എന്നാണ് ഈ പറയണത് കേട്ടോ. ചേട്ടൻ പോയി. അപ്പോൾ റയന് 8:30 ഫ്ലൈറ്റ് മുംബൈയിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് കണക്റ്റിങ് ബെൽജിയത്തിലേക്കാണ്. ആൻഡ്വർപ്പിലാണ് ഷിപ്പ് കിടക്കുന്നത്. അവിടെയാണ് പോയിട്ട് അവന് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഷിപ്പിലെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും നല്ലതായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും ആകണേന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ക്രൂ മെമ്പേഴ്സ് സഹകരണമില്ലെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ആ ഒരു ജീവിതം നരകതുല്യമായിരിക്കും. അതുണ്ടാവല്ലേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക്